എന്തിനാണ് മലപ്പുറത്തെ സത്യസരണി പൂട്ടിയത്? എന്തിനാണ് അവിടെ റെയ്ഡ് നടത്തിയത്? എന്താ ഇതിനൊന്നും ഉത്തരമില്ലേ? എന്തുകൊണ്ട് അതിനെക്കുറിച്ച് വാർത്തകൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത നൽകാത്തത്? ഇതൊക്കെ ചില അജണ്ടകളുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ സംഘിയാക്കും, ഇത് പറഞ്ഞാൽ BJP ആക്കും, ഇത് പറഞ്ഞാൽ RSS ആക്കും. ഇനി എന്താക്കിയാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. PC ജോർജ് 2025 അത് PC ജോർജിന്റെ ആരോപണമാണ്, അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. എങ്കിൽ പോലും PC ജോർജ് പറഞ്ഞത് മീനച്ചൽ താലൂക്കിൽ നിന്ന് ഏകദേശം 400 പേരിലധികം പേർ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 400-ലധികം. അത് PC ജോർജിന്റെ ആരോപണമാണ്, അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. എങ്കിൽ പോലും അതും ഒരു നേതാവ് ആരോപിച്ചതാണ്. കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാരും പറയരുത്. അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിമിഷയുടെ വീട്ടിലേക്കൊന്ന് പോകണം. ബിന്ദുവിന്റെ വീട്ടിൽ പോയാൽ ബിന്ദു പറയും എന്താണ് നിമിഷയ്ക്ക് സംഭവിച്ചത്. ഇവിടുന്ന് പോയ പലർക്കും തിരികെ വരണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാർ കൊണ്ടുവരാത്തത്? ഭീകര കേന്ദ്രങ്ങളിൽ പോയ ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരെ എന്തിന്റെ പേരിലാണ് എന്ത് ധൈര്യത്തിലാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആശങ്കയുടെ പുറത്താണ് ഇന്ത്യൻ സർക്കാർ അവരെ ഉപേക്ഷിച്ചത്. പോകുന്നവരുടെയൊക്കെ ഗതി അധോഗതിയാണ്. ഇനി എത്രയൊക്കെ നിങ്ങൾ ഇല്ല എന്ന് ആരെയൊക്കെ സന്തോഷിപ്പിക്കാനും ആരെയൊക്കെ അല്ലെങ്കിൽ ആരുടെയൊക്കെ അജണ്ട നടപ്പിലാക്കാനും നിങ്ങൾ ഘോരമിരുന്ന് പ്രസംഗിച്ചാലും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുഖം തിരിക്കാം, പുച്ഛിക്കാം, കാർക്കിച്ച് തുപ്പാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ എത്രയൊക്കെ നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുമെന്ന് ആദ്യം മനസ്സിലാക്കുക.